ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. നമ്മുടെ ടാർപ്പ കുളത്തിലേക്ക് വേണ്ടി അൺബോക്സ് ചെയ്യുന്നതും അത് നമ്മൾ നൂത്ത് ഫുള്ള് കാണിച്ചതാണ്. അപ്പം അതിന് നല്ല റീച്ച് കിട്ടിയായിരുന്നു, നല്ല കമൻസൊക്കെ വന്നു. കൂടുതൽ പേരും ചോദിച്ചതിൻ്റെ സെക്കൻഡ് പാർട്ട് കുളത്തിൽ എങ്ങനെ ഇടുന്നത് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ അടിയിലൊരു ലെയർ പോലെ പഴയ ചാക്കും സിമെൻറ്റ് ചാക്കൊക്കെ കഴുകി ഇട്ടിരുന്നു. സിമെൻറ്റ് ചാക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കഴുകിയിട്ടിടുക. കഴുകിയിട്ട് ഇതേപോലെ തയ്ച്ച് ഇട്ടാൽ നമ്മൾ മറ്റേ വലിയ ടാർപ്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് പോകാതിരിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഫുള്ളൊന്ന് ഒരു ലെയർ എല്ലാ സൈഡിലും താഴെയും കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചിടുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തത്. നമ്മളിപ്പോൾ അത് ഏകദേശം ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അടിയിൽ വല്ല മരത്തിൻ്റെ വേരോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മണ്ടയ്ക്ക് വെള്ളം വരുമ്പോൾ മണ്ടയ്ക്കോട്ട് കിളിച്ച് കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അടിയിൽ കൂർത്ത കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടാർപ്പയിലോട്ട് വന്ന് പ്രഷർ വരുമ്പോൾ കീറാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു. ഇപ്പോൾ നമ്മൾ കുളത്തിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ തൽക്കാലം ഒരു ടാർപ്പ് അവിടെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. മഴ കഴിഞ്ഞിട്ട് ബാക്കി തുടങ്ങാം. ഇതാണ് രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ഇട്ടത്, കറുത്ത ടാർപ്പ. ഇത് റോളായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇതിൻ്റെ നീളം നമ്മൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. വീതി വരുന്നത് ഒരു റോളാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് തറയോടൊക്കെ ഇടുമ്പോൾ അടിയിലിടുന്നതാണ്. അതപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ കുളത്തിൽ എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ സെക്കൻഡ് ലെയറായിട്ട് ഇട്ടു. അപ്പം ഇത് ഇടുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ അടിയിലും സൈഡിലും ഒക്കെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടാർപ്പ അത്രയും സേഫ് ആയിരിക്കും. അപ്പം അതിനു വേണ്ടിയാണ് നമ്മളിത് ഇടുന്നത്. അങ്ങനെ നമ്മുടെ ടാർപ്പ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അടുത്ത മെയിൻ ടാർപ്പയാണ് ഇടുന്നത്. അതിടാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല. നമ്മുടെ മെയിൻ ടാർപ്പ കൂടുതൽ കാലം കിടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ 2 ലെയറായിട്ട് ചെയ്തത്. അപ്പം മറ്റേ ടാർപ്പ ഒരാളെ കൊണ്ട് ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാനത് പിടിക്കാൻ പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. മോട്ടറിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. അപ്പം നമ്മളിതിൻ്റെ സൈഡ് ജസ്റ്റ് ലൂസാക്കി ഇട്ടിട്ടേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം കയറി ഗ്യാപ്പിലൊക്കെ കറക്റ്റായിട്ട് ഫില്ലാകുമ്പോൾ ഇത് തന്നെ ആവശ്യാനുസരണം ടാർപ്പ താഴോട്ട് വലിയുന്നതാണ്. അത് കഴിഞ്ഞ് ശേഷമേ നമ്മൾ സൈഡിലോട്ട് ഇത് മടക്കി വെക്കാവൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ടാർപ്പ വീഴുന്ന അവിടെ വെള്ളം കുത്തി വീഴുന്നതുകൊണ്ട് ടാർപ്പയ്ക്ക് എന്തെങ്കിലും പറ്റണ്ടെന്ന് വെച്ച് നമ്മളിപ്പോൾ ഓട് ഒരു സഞ്ചിക്കകത്തിട്ട് അവിടെ വെക്കാൻ പോവുകയാണ്. ഇതിന് മുമ്പിലത്തെ വീഡിയോ നമ്മളൊരു ടാർപ്പ അൺബോക്സിങ് ചെയ്യുന്നത് കാണിച്ചായിരുന്നു. അത് നമ്മൾ ഈ കുളത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ അതിൻ്റെ സൈസ് ഇതിലും ഡബിളായിരുന്നു. ഒത്തിരി വേസ്റ്റായി പോകും. സൈഡിലോട്ട് ഒത്തിരി നമുക്ക് മടക്കി വെക്കേണ്ടതായിട്ട് വന്നു. അതപ്പോൾ നമ്മൾ ആമസോണിൽ റിട്ടേൺ അയച്ചായിരുന്നു. റിട്ടേൺ അയച്ച് റീഫണ്ട് കിട്ടി. എന്നിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഒന്ന് അന്വേഷിച്ച് വാങ്ങിച്ചതാണ് ഈ ടാർപ്പ. ഇത് 200 GSM ആണ്. പക്ഷേ ഓൺലൈനിൽ നിന്ന് വന്നത് 250 GSM ആണ്. കുറച്ച് നാളൂടെ കിടന്നിട്ടെന്ന് വെച്ചാണ് നമ്മൾ 250 ഓർഡർ ചെയ്തത്. പക്ഷേ സൈസ് ഒത്തിരി നമുക്ക് ബാക്കി വേസ്റ്റായിട്ട് മടക്കി വെക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ അയച്ചു. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സഞ്ചിക്കകത്ത് ഇട്ട് വെച്ചേക്കുകയാണ്. ഈ വെള്ളം കുത്തി വീഴുമ്പോൾ ടാർപ്പയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് കേട് പറ്റാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അന്നേരം നമ്മളിതിനകത്ത് മീനെ ഇടുന്നതിനൊക്കെ മുമ്പിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നമ്മളൊരു ഒരാഴ്ചത്തേക്കെങ്കിലും ഇതിനകത്തിൽ ഫുള്ള് വെള്ളം നിറച്ച് ഇട്ടേക്കണം. ആ ടാർപ്പയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് വേണം നമ്മൾ മീനെ ഇടാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഈ വെള്ളം പറ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ വെള്ളത്തിൻ്റെ pH കറക്റ്റ് 7 പോയിൻറ്റ് സംതിങ് ഒക്കെ ആക്കിയതിന് ശേഷം മാത്രമേ മീനെ ഇടാകൂ. മീനെ ഇടുന്നതിന് മുമ്പിട്ട് കറക്റ്റായിട്ടൊരു ഫിൽറ്റർ സിസ്റ്റം, അക്വാപോണിക്സ് എങ്കിൽ അത്, അല്ലെങ്കിൽ നോർമലായിട്ട് ഫിൽറ്റർ ചെയ്യുന്ന എന്തെങ്കിലും സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് മാത്രം മീനെ ഇടുക. മീനെ ഇട്ട ശേഷം ഫിൽറ്റർ വെക്കാമെന്ന് വെച്ചാൽ അത്ര പാടായിരിക്കും. അപ്പം കറക്റ്റായിട്ടൊരു കുളത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സും ആ വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു സോഴ്സും ചെയ്തതിന് ശേഷം മാത്രമേ കുളത്തിൽ നിങ്ങൾ മീനെ ഇടാൻ ശ്രദ്ധിക്കാവൂ. ഈ നമ്മുടെ അനാബസ് പോലുള്ള മീനുകൾക്ക് pH വലിയ വിഷയമില്ല. അവർക്ക് ഫിൽറ്ററിൻ്റെ സിസ്റ്റം ഇല്ലെങ്കിലും നോർമലായിട്ട് അവർ സർവൈവ് ചെയ്ത് പോകുന്നതാണ്. സാധാരണ ഈ കരിമീനൊന്നും ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ ചെയ്യാതിരിക്കുക. കരിമീനും ചെറിയ pH വേരിയേഷനും ഓക്സിജൻ്റെ അളവ് കുറവ് വന്നാൽ പെട്ടെന്ന് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുടക്കക്കാർക്ക് ഏറ്റവും പറ്റിയ മീനാണ് അനാബസ്. അതിന് വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എയറിൻ്റെ ലഭ്യത കുറവോ ഒന്നും കുഴപ്പമില്ല. അനാബസ് പ്രകൃതിയിൽ നിന്നാണ് ഓക്സിജൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓക്സിജൻ്റെ കാര്യം വേണ്ട. പിന്നെ വെള്ളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും pH എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അനാബസ് അങ്ങനെ പെട്ടെന്ന് ചത്തുപോകില്ല.
അതേസമയം കരിമീനും സിലോപ്പിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചത്തുപോകുന്നതാണ്. അതേപോലെ തുടക്കക്കാരൻ തുടങ്ങുമ്പോൾ 10-25 മീനുകളെ ആദ്യം ഇട്ട് നോക്കി അവരുടെ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കി ഓക്കെ ആണെങ്കിൽ മാത്രം കൂടുതൽ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുക. അല്ലാതെ തുടക്കത്തിൽ 10, 500, 100 മീനുകളൊന്നും വെറുതെ ഇട്ട് കളയണ്ട. ചിലപ്പോൾ പറയാൻ പറ്റില്ല, വെള്ളത്തിന് ചെറിയ മാറ്റം എന്തെങ്കിലും വന്നാൽ മതി, മീൻ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തുപോകും. അതേപോലെ വാങ്ങിക്കുന്ന മീൻ കുഞ്ഞുങ്ങൾക്ക് ഫംഗസ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ടാർപ്പ സൈഡിലോട്ട് മടക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് വെള്ളം കയറുന്നതിനനുസരിച്ച് നമ്മുടെ ടാർപ്പ കറക്റ്റായിട്ട് ആ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് കറക്റ്റായിട്ട് എല്ലായിടത്തും സെറ്റായിട്ട് ഇരിക്കുന്നതാണ്. അതിന് ശേഷം ആ സെറ്റായതിൻ്റെ ബാക്കി നമ്മൾ സൈഡിലോട്ട് മടക്കി വെച്ചാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കയറ്റി മടക്കി വെച്ചാൽ വെള്ളം ഓൾറെഡി ഇറങ്ങുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുളത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോസ് പുറകിന് വരുന്നതായിരിക്കും. കുളത്തിൽ മീനെ ഇടുന്നതും ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നതും എയർ പമ്പിൻ്റെ ഒക്കെ കാര്യങ്ങൾ പുറകിന് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ അപ്പോഴായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.